Wake up and feel the bass. Don't stop 'cause life is a race. Hello guys, welcome back to our YouTube channel. In October 19, 2025, നൈവു ബാബയ്ക്ക് 1 year ആയതിൻ്റെ ബർത്ത്ഡേ വ്ലോഗുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇത്. നൈവു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ, നമ്മുടെ ഒരു ഡ്രീം ഡേ തന്നെയായിരുന്നു കേട്ടോ ഇത്. നമ്മൾ പ്രിൻസ് തീമായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് ഹാപ്പിയാണ് കേട്ടോ ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും. ഡെക്കോറ്, കേക്ക് ആൻഡ് ക്യാമറ തീമിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഇവരാണ് നമ്മുടെ ഡെക്കോറെല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ ആ ഫ്രണ്ടിൽ നിൽക്കുന്നതായിരുന്നു ക്യാമറ ടീംസ്. ഒത്തിരി പേരെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ക്ലോസ് റിലേറ്റീവ്സും ഫ്രണ്ട്സിനെയും മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വിളിച്ച എല്ലാവരും വന്നതിൽ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. Wake up and feel the bass. Don't stop 'cause life is a race. ബർത്ത്ഡേ നടത്തണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നൈവുവിൻ്റെ എൻട്രി കുറച്ച് ഡിഫറെൻ്റ് ആക്കണം എന്നുണ്ടായിരുന്നു. നോർമലി നമ്മൾ ബേബിയെ കൊണ്ട് നടന്നു വരുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ കാർ എൻട്രി പ്ലാൻ ചെയ്യാമെന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്തു. നൈവു ബേബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു ക്യൂട്ട് പ്രഷ്യസ് ഗിഫ്റ്റാണ് നമ്മുടെ നൈവു. ഒക്ടോബർ 19, 2024 ഒരു 4:30 PM ഈ കുഞ്ഞു ഭാവെ നേഴ്സ് എൻ്റെ നെഞ്ചിലേക്ക് കിടത്തുന്ന കേട്ടോ. നമുക്കിനി എത്രയൊക്കെ പ്രഗ്നൻസി പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാലും ബേബിയുടെ ഫേസ് കാണുന്ന ആ മൊമെൻറ്റ് നമ്മളെല്ലാം മറക്കും. നമ്മുടെ ലൈഫിലത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഹാപ്പി മൊമെൻ്റാണ് നമ്മുടെ ബേബിയെ ഫസ്റ്റ് ടൈം കാണുന്നത്. ആ ടൈമിൽ ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത് നന്ദു ദുബായിലായിരുന്നു, ലീവുള്ള സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എന്ന് പറയാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് നൈവു വന്നതിൽ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. നൈവു ബേബിയുടെ ഈ 1 year വരെയുള്ള ജേണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ക്യൂട്ട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു 1 year ആണ് കേട്ടോ. ഈ 1 year ആയി എന്നുള്ളത് തന്നെ നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം നമ്മുടെ കസിൻസും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസും നമുക്ക് ഭയങ്കര പ്രഷ്യസാണ്. ആ ഫസ്റ്റ് നമ്മളെ ആ നേഴ്സ് ഡോക്ടേഴ്സും കൂടി നമ്മുടെ കയ്യിൽ തരുന്ന മുതൽ നൈവു ഇപ്പോൾ നടക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അത് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഈ 1 year പോയത് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ആയിരുന്നു എന്ന് തന്നെ പറയാം. Bye guys. Bye guys. Bye guys. കഴിക്കാൻ പോയി. യൂട്യൂബ് ചാനൽ ശരി.
ഇതെൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം ഞാൻ പറയുമായിരുന്നു ഇവരെയൊക്കെ പരിചയപ്പെടുത്തണമെന്ന്. ഇവന്റെ വൈഫായിരുന്നു. കെട്ടിച്ചു വിട്ടേക്കണം. ഓക്കെ, അതെ. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓരോ മൈൽ സ്റ്റോൺസും നമുക്ക് പ്രഷ്യസ് ആണ്. 2nd മന്തിലാണ് സോഷ്യൽ സ്മൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3rd മന്ത് ആയപ്പോൾ കമരാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ പതിയെ എഴയാനും പിടിച്ച് നിൽക്കാനും ഇപ്പം നടക്കാനും തുടങ്ങി കേട്ടോ. അതുപോലെ കുട്ടി വേർഡ്സൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സോ ഈ 1 ഇയറിനുള്ളിൽ ഒരുപാട് ക്യൂട്ട് മൂമെൻറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ, എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. ബ്രദറിനെ പോലെയല്ല, ബ്രദറാണ്. ആളുടെ സിസ്റ്ററും മോളുമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ദീപാവലി ആയിരുന്നു കേട്ടോ. Welcome back to restaurant. Arnar family. Okay. Thank you. പിന്നെ നെക്സ്റ്റ് ഡേ ദീപാവലി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടും പിന്നെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ എൻഡിങ് ആയിട്ട് നമ്മൾ കുറച്ച് പൂത്തിരിയും കമ്പിത്തിരിയും പടക്കമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ വീടെത്തി ഒരുപാട് ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നൈവുവിൻ്റെ വല്യമ്മ മേടിച്ചു കൊടുത്ത സൈക്കിളാണ് കേട്ടോ. പിന്നെ കാർ എൻട്രി ഉണ്ടായിരുന്നല്ലോ, അത് നൈവുവിൻ്റെ അക്കുവെങ്കിലും മേടിച്ചു കൊടുത്ത കാറായിരുന്നു. ഇത് പിന്നെ നൈവുവിൻ്റെ നാളെ വരുന്ന ദിവസം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയതിൻ്റെ വിഷ്വൽസൊന്നും എടുത്തില്ല. അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവന്ന എല്ലാവർക്കും ബർത്ത്ഡേക്ക് വന്നതിനും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് നൈവുവിൻ്റെ നാളെ വന്ന ദിവസം നമ്മളൊരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കീപ് വാച്ചിങ്. ലവ് യു ഓൾ.